Ladies and gentlemen, welcome to Food Notes with Anzil. ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മലയാളി ഡിജിറ്റൽ ഓഡിയൻസിൻ്റെ ഒരു പ്രിയപ്പെട്ട കപ്പിളാണ്. അവരുടെ പുതിയ ഭവനവും പുതിയ വാഹനവും പുതിയ ജീവിതത്തിലെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കാണാനും കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് അവരുടെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവരുടെ കുറച്ച് സ്പെഷ്യൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഫുഡ് നോട്ട്സ് വിത്ത് അൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്നുള്ളതല്ലേ? ടീം കുഞ്ഞിപ്പുഴയിലെ നിഖിലും ലെനയും കുഞ്ഞിയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. സ്വാഗതം ചെയ്യാം. ഹലോ ഹലോ സുഖം തന്നെ. പുതിയ വീട് കാണാൻ വന്നതാണ്. അപ്പം നിഖിലിനെ ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. നിഖിലിന്റെ വലിയ വലിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത്. ലെനയുണ്ട്. അപ്പം നേരിട്ട് വിശേഷങ്ങളിലേക്ക് പോവാം. പിന്നെന്ത്? വണ്ടിയാണ് ആദ്യത്തെ വിശേഷം. അതെ, വാ 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 വാ. വണ്ടിയാണ് ആദ്യത്തെ വിശേഷം. അതെ, വണ്ടിയാണ് ആദ്യത്തെ വിശേഷം. അതെ. വൈ വണ്ടി EV-ലോട്ടൊന്ന് മാറാന്ന് വെച്ച കാര്യം, ഓട്ടം അന്യായ ഓട്ടമാണ്. ഒരു വർഷം അങ്ങനെ ഒരു 10-40,000 പുറത്ത് കിലോമീറ്ററുകൾ കവർ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ഇരുന്നൊരു ജിംനിയാണ്. അതിന്റെ ടയറൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് അതിന്റെ മൈലേജ് തീരെ അങ്ങ് കുറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് പിന്നെ നമുക്ക് മുതലാവുന്നില്ല. അങ്ങനെ ജിംനി ഒന്ന് ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക് കൂടെ ഒക്കെ എടുത്തു. വാഹനത്തിലേക്ക്. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. EV-യിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. EV-യിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മഹീന്ദ്ര അല്ലെങ്കിൽ XEV എന്നുള്ളത് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക്, അതായത് ഒരു കരക്കമ്പി ഉണ്ട്, മഹീന്ദ്ര 1 ഡിസ്കൗണ്ടിൽ നിഖിലിന് കൊടുത്തു. ഇവർ എന്നും ഇതിനെപ്പറ്റി വീഡിയോ ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് 1 പ്രൊമോഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അത് ഇനി വേണം ബാർഗെയിൻ ചെയ്യാൻ. ഞങ്ങൾ പ്രൊമോഷൻ തരുന്നുണ്ട്, ഡിസ്കൗണ്ട് തരുമെന്ന്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ, ഒന്ന് ഇതിപ്പം ഈ പറയുന്ന ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വന്നൊരു വണ്ടി ഇതാണ്. പിന്നെ ഇത്രയും ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ട് വന്നൊരു വണ്ടി. പിന്നെ മെയിനായിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്തൊരു കാര്യം റേഞ്ച് തന്നെയാണ്. 500 കിലോമീറ്റർ റേഞ്ച്. റിയലിസ്റ്റിക് ആയിട്ട് ഞങ്ങൾക്ക് 500 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു പാവപ്പെട്ട EV ആണ് ഉപയോഗിക്കുന്നത്. 400 ഞങ്ങൾക്ക് 425 280 കിട്ടും. അല്ലല്ല, ഇത് അവർ പറഞ്ഞേക്കുന്നത് 668. ഐ മീൻ, അത് റിയൽ വേൾഡിൽ എനിക്കത് 500 ആണ് കമ്പനി പറഞ്ഞേക്കുന്നത്. അത് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഹൈവേയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല കാല് കൊടുത്തൊരു 150 അങ്ങനെ വെക്കൊണ്ടിരുന്നത് നേരെ കുറയും. അത് ഈ പറഞ്ഞ 420 എത്തുന്നില്ല. അപ്പൊ വണ്ടി എടുത്തിട്ട് ആദ്യം പോകാൻ സ്ഥലം, വണ്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ച സ്ഥലം അമ്പലമാണ്. പക്ഷെ അന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആയിരുന്നു. കാര്യം 1-2 അപ്ഡേഷനുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ലേറ്റായി. ടെക്നോളജി ഡെവലപ്പ് ആകുവാണല്ലോ, അപ്ഡേഷൻ, ബഗ്, പുതിയ പുതിയ വാക്കുകളൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്കങ്ങനെ വലിയ ഇഷ്യൂ ഇതുവരെയ്ക്കും ഇല്ല കേട്ടോ, ദൈവം സഹായിച്ച്. ചതിക്കല്ലേ പൊന്നെ. ഓക്കെ, അമ്പലമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ എൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ വണ്ടി എടുത്താൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ ഒന്ന് ഒഴിഞ്ഞക്കകത്ത് കയറ്റും. അങ്ങനെ ഇപ്പം പുള്ളി ഉദ്ദേശിച്ചത് ലോങ് എവിടെ പോകുന്നായിരുന്നു. സോറി. ഓക്കെ, അല്ല, അത് എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള യാത്രകൾ എന്തായാലും നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓട്ടം ഞങ്ങൾ ബാംഗ്ലൂർ, കോയമ്പത്തൂർ, കോഴിക്കോട്, പിന്നെ കൊച്ചി ഒരു 3-4 പ്രാവശ്യം പോയി. അങ്ങനെയുള്ള കറക്കുന്ന ഡ്രൈവ് ചെയ്യും. ലെന ഇത് 1 പ്രാവശ്യം ഡ്രൈവ് ചെയ്തു. ലെനക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഡ്രൈവിങ്ങിനോട് കൂടുതൽ താല്പര്യമുള്ളത്. പിന്നെ നമ്മൾ ഈ നിർത്താതുള്ളൊരു ഓട്ടമാണ്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എത്തണമെന്നുള്ളതുകൊണ്ടും അത് ചെയ്യുന്ന എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനില്ലെന്ന് വെച്ചാൽ. അല്ല, അങ്ങനെയല്ല, അതൊക്കെ ഓടിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എന്നാലും ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഓടിച്ചു. ഈ സോഷ്യൽ മീഡിയയിൽ പൊതുവെ ഉള്ളൊരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിത് എന്നും യാത്രയാണ്. നിങ്ങൾക്ക് ആരാണ് ഇതിൽ ഫണ്ട് ചെയ്യുന്നത്? അത് മണപ്പാട്ടിൽ ചാണ്ടിന്ന് ലൂസിഫർ പറയുന്ന പോലെ അല്ലേ? സംഭവം അങ്ങനെയല്ല. ഫണ്ട് ചെയ്യുന്നതല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ ജോലിയുടെ ആവശ്യത്തിനാണ് കൂടുതലും യാത്രകൾ ചെയ്യുന്നത്. അപ്പം കമ്പനി ഞാൻ എഴുതിയെടുക്കും. ജോബിന്റെ അപ്പൊ നമുക്ക് എനിക്ക് ആവശ്യമുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനും കൂടെ പോകും, അങ്ങനെയൊക്കെ. അത് അങ്ങനെയുള്ള യാത്രകൾ. പിന്നെ അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകുമ്പോൾ. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു EV XEV 9 തന്നെ എടുക്കണം എന്നൊരു
XEV9 എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നൊരു വണ്ടിയാണ്. പിന്നെ റേഞ്ച് നമ്മൾ അട്രാക്ട് ചെയ്തൊരു ഘടകമാണ്. 500 കിലോമീറ്റർ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഹൈവേയിലൊക്കെ കയറുമ്പോൾ ഇച്ചിരി കുറയുമായിരിക്കും. കാര്യം നല്ല സ്പീഡിൻ്റെ 150-160 പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറയും കേട്ടോ. അതൊരു 400-450 അത്രയൊക്കെ വന്നിട്ട്. അല്ലാതെ എനിക്കൊന്ന് സിറ്റിക്കകത്ത് ഓടുമ്പോൾ 500-520 സിറ്റിക്കകത്ത് മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടും. ഇത് ഇലക്ട്രിക് വണ്ടി ഒത്തിരി 3-4 എണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മഹീന്ദ്ര ലോഞ്ച് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ 2-3 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വണ്ടി വന്ന് നോക്കി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിക്കുന്നത്. ഞാനാദ്യം എല്ലാവരും കണ്ട പോലെ 6E ആണ് നമ്മൾ കണ്ടത്. ഞാൻ ശ്രദ്ധിച്ചില്ല എന്നെയാണ് ഇങ്ങനെ ഒരു വണ്ടിയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല 6E ആണ്ടി വന്നു. അപ്പൊ ഇല്ല ഇങ്ങനെ വേറൊരു വണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോഴും പിന്നെ തപ്പിയാണ് ഈ സാധനം കാണുന്നത്. പിന്നെ നമ്മുടെ SS മഹീന്ദ്ര എന്നാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. അപ്പൊ അതിന്റെ ഓണർ ഫ്രണ്ടാണ് സിബി. ഇപ്പൊ സിബി എടുത്ത് ചോദിച്ചപ്പോൾ സിബി എനിക്ക് താല്പര്യം B6E ആയിരുന്നു കേട്ടോ ആദ്യം വണ്ടി കാണുന്നതിന് മുന്നേ. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് ചോദിക്കുന്നത്. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഫാമിലി യൂസാണ്, ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ 9E ആയിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരുന്നു. ഞങ്ങൾ പോയി കണ്ടപ്പോഴും എനിക്ക് പിന്നെ 9E ആണ് ഇഷ്ടപ്പെട്ടത്. സ്പേസ് ഉണ്ട് കുറേ കൂടെ. മറ്റേതും വലിയ വണ്ടിയാണെങ്കിൽ പോലും ഇതിന് കുറേ കൂടെ സ്പേസ്. പിന്നെ ഞങ്ങൾക്ക് ബൂട്ട് സ്പേസ്, നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന റേഞ്ച്, പിന്നെ ഫീച്ചേഴ്സ് നല്ല ലോഡഡ് ആണ്. അനാവശ്യമായിട്ട് ലോഡഡ് ആണ്. ഇല്ല അതൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട ഫീച്ചറുകളൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഈ ഇടയ്ക്കൊക്കെ കൊണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ചില്ല് ചെയ്യാനുള്ള ഏതൊരു ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചാൽ കണ്ടന്റ് കണ്ടുപിടിക്കാണല്ലോ. ഇതിനകത്തൊരു ഓൾമോസ്റ്റ് ഒരു വർഷം ഓടിക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. ഉറപ്പായിട്ട് സാധനമുണ്ട്. സമയമുണ്ടെങ്കിൽ ഞങ്ങൾ നല്ലൊരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നല്ലൊരു റീച്ച് വൈറലായ ഒരു വീഡിയോ ആണ്. ഇതിലൊരു പരിപാടിയുണ്ട്. ഈ ബാറ്ററി തീരുമ്പോഴത്തേക്ക് കാണിക്കും ബാറ്ററി ഇല്ലെന്ന് പറയില്ല. ഇല്ലത്തെ ദാരിദ്ര്യം വെളിയിൽ വിളിച്ച് പറയുന്ന കണക്ക് എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഡോർ തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതി കാണിക്കും. സോ അത് ഞങ്ങൾ ലുലുവിൽ പോയി ഒരു പ്രാവശ്യം എനിക്ക് ഡോർ ഓപ്പൺ ആയ സമയത്ത് ഇങ്ങനെ കാണിച്ചു. ആ വീഡിയോ ചുമ്മാ ഞങ്ങൾ ഒരു ക്ലിപ്പ് എടുത്തു. ആ ബാറ്ററി ഇതിന് 10% താഴെ എന്തോ വരുമ്പോഴാണ് അത് കാണിക്കുന്നത്. ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിക്കും. അപ്പം യാത്രകൾ കൊണ്ടും വാഹനം കൊണ്ടും ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതെ ഫുള്ളി സാറ്റിസ്ഫൈഡ് കേട്ടോ. ടു ബി ഓണസ്റ്റ് ഹാപ്പിയാണ് വണ്ടിയിൽ. ഇത്രയും നല്ലൊരു ഡീലായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും നല്ല ഓട്ടം ഉള്ളതുകൊണ്ട്. പിന്നെ ഈ പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കൂടെയൊക്കെ ആഡ് ആക്കാമായിരുന്നു. ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് മറ്റേ ഇതുള്ളത്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്, ഈ സീറ്റ്. അപ്പം അത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ. ഇത്രയും മുടക്കി ക്ഷമിക്കാന്നുള്ളൂ. പക്ഷെ ഇത്രയും ചെയ്ത വണ്ടിക്ക് ഒരു 10-20,000 കൂടെ മുടക്കി അതുകൂടെ അങ്ങ് വെച്ച് തന്നിരുന്നേ കൊള്ളായിരുന്നു. വേറെ കാര്യമുണ്ട്, ഇത് വേറെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഞ്ചിലുള്ളത്. അതെ. അപ്പൊ അത് നോക്കുമ്പോൾ ഇത് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ പല പല ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇതുപോലെ ഈ ഭാഗത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ട്. ഫിനിഷിങ്ങിന്റെ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് അത് അറിയില്ല, ഈ ഇതിന്റെ ഉണ്ടായിരിക്കാം. അതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു കാര്യങ്ങൾ. അതേ ഉള്ളൂ. അതൊന്നും നമ്മളൊരു പരാതിയേ അല്ല. നമുക്ക് ഈ പറയുന്ന എന്താ പറയുന്ന ഒരു വർഷം ഒരു 4-5 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 ലക്ഷം രൂപ സേവ് ചെയ്യാൻ. അതെ. ടു ബി ഓണസ്റ്റ് കാര്യം ഞാൻ ലെനയുടെ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും ആവുന്നില്ല. ബാക്കി ആരെക്കാളും എനിക്കാണ് ലാഭം. അപ്പൊ ചാർജ് 2 ദിവസത്തിലൊരിക്കൽ പോകും. ആഴ്ചയിൽ ഒരിക്കൽ പോയാൽ മതി. നമ്മൾ ഇവിടെയാണ് ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. 25 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ. അതുകൊണ്ട് ഇപ്പം അങ്ങനെ പറയുന്നെങ്കിൽ നമുക്ക് ലോങ് പോകുമ്പോഴത്തേക്ക് വേറെ ചാർജ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇല്ലാന്നല്ല പക്ഷെ എന്നിരുന്നാലും മാക്സിമം ചാർജ് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ലാഭം. എനിക്ക് കൂടുതൽ ലാഭം. കാര്യം ലെനയുടെ അച്ഛനാണ് പൈസ കൊടുക്കുന്നത്. അച്ഛൻ ചോദിച്ചു തുടങ്ങും. പിന്നെ അവർക്ക് നമ്മൾ ട്രിവാൻഡ്രത്തോട്ടൊക്കെ നിന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ പരാതി ഉണ്ടായിരുന്നു, നമ്മൾ വരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ വന്ന് നിൽക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കറക്റ്റ് പോകുന്നുണ്ട്. ആഴ്ചയിൽ അതെ. അപ്പൊ ആ ഒരു പരാതി മാറി. കണ്ടന്റിന് വെച്ചിരുന്നൊക്കെ വിളിച്ച് പറയുമോ. അപ്പം നമ്മുടെ ഓഡിയൻസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവർ രണ്ടുപേരും തിരുവനന്തപുരംകാരാണ്. വർക്കലക്കാരനാണ്. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് കഴക്കൂട്ടത്ത് വന്നൊരു പുതിയ വാങ്ങിച്ച്. അതെ, 2-3 വർഷമായി വാങ്ങിച്ചിട്ട്. പക്ഷേ ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ എല്ലാം കിട്ടി. അപ്പൊ അത് കാണാനാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതെ, വളരെ സന്തോഷം. വരൂ എല്ലാവരും വരൂ. നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. അപ്പൊ ഞങ്ങളെ
0-ൽ നിന്നും വീട്ടിൽ കൊണ്ടുവന്നിട്ട് നേരെ 12ാമത്തെ നിലയിലേക്ക് അതെ അതെ, വീട്ടിൽ പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് റൂഫ് ടോപ്പിൽ വന്നു. ഞങ്ങൾ മാക്സിമം വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. പച്ചക്കള്ളം കുറച്ച് മുമ്പ് പറഞ്ഞോളൂ ഇതുവരെയും പൂളി ഇറങ്ങിയിട്ടില്ല എന്ന്. എന്നിട്ട് വീഡിയോ ഓൺ ചെയ്തപ്പോൾ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണെന്ന്. ആക്ടിങ് ഓ മുതലാളി കാണാൻ. ഓക്കെ. അപ്പം ഹൗസ് വാമിങ്ങിന് എല്ലാവരും വന്നായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ട്? ഞങ്ങൾ അങ്ങനെ വലിയൊരു ഫംഗ്ഷൻ ആയിട്ടല്ല നടത്തിയത്. ഇപ്പം എൻ്റെ അമ്മ, പിന്നെ ലെനയുടെ അച്ഛനും അമ്മയും, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ടീമിൽ ഉള്ള ആളുകൾ അവര്. വീട്ടിലാരൊക്കെയുള്ള? എനിക്കിപ്പം എൻ്റെ അമ്മയാണുള്ളത്. അമ്മ, പിന്നെ എനിക്ക് ഒരു സഹോദരനുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടൻ കൊച്ചിയിലാണ്. ചേട്ടൻ്റെ വൈഫും കൊച്ചിയിലാണ്. വർക്കല വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ ഹെൽപ്പിൻ്റെ ചേച്ചി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോയി വന്ന് നിൽക്കും. അമ്മ ഇവിടെ എവിടെ ആയിട്ടൊക്കെ നിൽക്കും. അച്ഛൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം അടുപ്പിച്ചാവുന്നു. അപ്പം അതൊരു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അമ്മ കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ വന്നിട്ടുമില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും വെളിയിൽ വന്നിട്ടില്ല. അപ്പം അത് മാത്രമല്ല, ലെനയുടെ വീട്ടിലാരാളെ? എന്റെ വീട്ടിലെ അച്ഛനമ്മ, ബ്രദർ, വൈഫ്. ബ്രദർ ഇവിടെ തന്നെയാണോ അതോ ഇപ്പൊ നാട്ടിലാണ്? വെളിയിലായിരുന്നു, ഗൾഫിലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേ പിന്നെ ഇവിടെ അങ്ങ് നിൽക്കാന്ന്. ഈ വാഹനം, വീട്, ജോലി, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിലേക്ക് ഒരു പ്രധാന ഫാക്ടറാണ്. അപ്പം വാഹനം ചൂസ് ചെയ്യാൻ അത്ര പാടുപെട്ടില്ലെന്ന് പറയും. വീട് ചൂസ് ചെയ്യാൻ വലിയ പാടുപെട്ടോ? വീട് ചൂസ് ചെയ്യാൻ ഞങ്ങൾ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല, ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ വീട്, ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഈ പറഞ്ഞ യാത്രകളുണ്ട്. അപ്പം ഒരു എയർപോർട്ടിനടുത്തായിട്ട് നിൽക്കണം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്നുള്ളതുകൊണ്ട് 2-3 വർഷമായിട്ട് ഞങ്ങള് ട്രിവാൻഡ്രത്തോട്ട് മാറിയായിരുന്നു. റെന്റഡ് സ്പേസിലായിരുന്നു. അപ്പോ 2-3 വർഷം മുന്നേ പിന്നെ വിചാരിച്ച് റെന്റ് ഇത്രയും കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും നിൽക്കുന്നതിനേക്കാളും നമുക്ക് അപ്പോഴും തോന്നിയൊരു ബുദ്ധിമോശം. അല്ല അങ്ങനെ അല്ല ഫ്ലാറ്റ് എന്നല്ല, നമ്മൾ ഈ പറഞ്ഞ റെന്റ് കൊടുത്തോട്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ 10-25 രൂപ റെന്റ് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ പൈസ ഇട്ടാൽ EMI ആവും, അടയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. പക്ഷെ തരക്കേടില്ലാതെ EMI പോകുന്നുണ്ട്. ഇപ്പൊ അടയ്ക്കാന്ന് എടുത്തൊരു കഷ്ടപ്പാടേ ഉള്ളൂ. ഇപ്പൊ എല്ലാ മാസവും ഇത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സങ്കടം ഉണ്ട്. സാധാരണ ഇതിൽ നമ്മൾ ഒരു വീട് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ അകത്ത് നമുക്ക് ഇന്നതൊക്കെ വേണം, അപ്പൊ അതിന് നമുക്ക് ഇത്ര സ്പേസ് വേണം, നമ്മൾ ഇന്നതിനൊക്കെ. അത് നമ്മളൊരു വീട് വെക്കുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലും നമ്മൾ ആ ഒരു സ്പേസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ കുറെ കൂടി വലിയ പ്ലാൻ വേണം അല്ലേ, നമ്മുടെ എന്റെ സാധനങ്ങൾ ഇവിടെ വയ്ക്കണം, ഇത് വരണമൊക്കെ. അപ്പം ആ ഒരു ഐഡിയൽ സ്പേസ് എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്? അല്ല, അങ്ങനെ പ്ലാനിങ് ഇല്ലാതെ മേടിക്കുക. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചത്. ആക്ച്വലി നമ്മൾ ഒന്ന് ഈ ലൊക്കേഷൻ മാത്രമാണ് ഞങ്ങൾ കൺവീനിയന്റ് ആയിട്ട് നോക്കിയത്. ഇത് ഞങ്ങൾ ആക്ച്വലി വഴിതെറ്റി വന്നവരാണ്. ഈ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം ഒരു ബീച്ചിലെങ്ങാണ്ട് പോയിട്ട് ഈ ഏതോ ഒരു വഴി കൂടെ ഇങ്ങനെ കയറി വന്നത് നോക്കിയപ്പോ പിന്നെ വഴി മാറി മാപ്പ് ഈ വഴി കാണിച്ച് അങ്ങനെ കയറി ഈ വഴി പോയ വഴിക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ടിന്റെ ഇത് കണ്ടു, ഒരു ഷാനൂർ ടെക് പരിപാടിയാണ്. അതെ അതെ. അപ്പൊ നമ്മള് കണ്ടപ്പോ അന്ന് രാവിലെ ലെന ഏതിലും ആഡിലോ എന്തോ ഈ ഷാനൂറിനെ കുറിച്ച് ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും അപ്പാർട്ട്മെന്റ്സ്. അപ്പൊ പല ലൊക്കേഷൻസ് നമ്മൾ കൺവീനിയന്റ് ആയിരുന്നില്ല. അപ്പൊ ഇത് ജസ്റ്റ് നോക്കി ഷാനൂർ കണ്ടു. എന്നിട്ട് പിന്നെ നോക്കിയപ്പോ ഷാനൂർ കറക്റ്റ് ലൊക്കേഷൻ. നമുക്ക് ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും വന്ന് പോകാൻ സിറ്റിയിലോട്ട് കയറുകയും വേണ്ട, എന്നാൽ സിറ്റിയും ആണ്. അപ്പൊ അങ്ങനെ പിന്നെ മോളുടെ സ്കൂൾ അടുത്ത് അങ്ങനെ എല്ലാം കൊണ്ടും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഷാനിലെത്തിയത്. മുഖം എന്ന് പറയുന്നത് ഇപ്പോഴും അതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവോന്നറിയില്ല, ഇവിടെയുള്ള എല്ലാം കാണാം. ടെക്നോപാർക്ക്, ഇൻഫോസിസ്, USC എല്ലാം കാണാം. മനോഹരമായ വ്യൂ ആണ്. ഫേസ് 3യുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്ന ഈ ലൊക്കേഷൻ. പിന്നെ ഈ ലെനയുടെ ഇപ്പൊ എന്റെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ 3/4 മണിക്കൂർ, ലെനയുടെ വീട്ടിൽ പോയി 20 മിനിറ്റ് മതി. രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ എത്തും. നല്ല ഇതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞില്ല, സ്പേസ് മാനേജ്മെന്റ് ഫ്ലാറ്റ് ആകുമ്പോഴത്തേക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അത് നമുക്ക് വലിയൊരു കൺസേൺ ഇല്ലാത്തത് ഈ പറയുന്ന വീടുകൾ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഒരു ഹോട്ടൽ റൂമായിട്ട് ഞങ്ങൾ ആഴ്ചയിൽ വീട്ടിൽ പോയിട്ട് വരും. അല്ല, ഫ്ലാറ്റ് മേടിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യാത്രകളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരാഴ്ചയൊന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആണ്. ഇപ്പൊ ചെയ്യാനില്ലാതാണെങ്കിൽ നമുക്ക് ഇവർക്ക് നിൽക്കാനും സേഫ് ആണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചിട്ട് ഒരു വീട് ഒരു ദിവസം ഒരാഴ്ച അടച്ചിട്ട് പോയി തിരിച്ചു വരുമ്പോ പിന്നെ നല്ല പണി. ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ. അല്ല, ഈ ചുറ്റുപാട് വൃത്തിയാക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കൃത്യമായ ഇന്റീരിയർ പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് വീട് വാങ്ങിച്ചതിന് ശേഷം
ഇങ്ങനെ ചെയ്യണം? ഇല്ല, നമുക്ക് അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ഫ്രണ്ട് ഉണ്ട്, കാര്യത്തിന് നമുക്ക് കിട്ടിയ ഇന്റീരിയേഴ്സ് നല്ല നല്ലതാണ്. അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനി സാൻഡ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ പിള്ളേരാണ് നമുക്ക് ഇന്റീരിയർ ചെയ്തു തന്നത്. പക്ഷെ നല്ല നല്ല ടീമായിരുന്നു. അവരവരുടെ സ്വന്തം ഫ്ലാറ്റ് കാണുന്ന കണക്ക് തന്നെ നമുക്ക് എല്ലാവരും പറയുമ്പോൾ ആദ്യമേ പറയും നമ്മൾ നമ്മുടെ സ്വന്തം ഫ്ലാറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും ചേട്ടാന്നൊക്കെ പറയും. പക്ഷേ അത് അവസാനം നമ്മൾ പൈസ ആയിരിക്കും എല്ലാത്തിലും വേണ്ട. പക്ഷേ ഇവരങ്ങനെ അല്ലായിരുന്നു. ഇവർ നല്ല നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു. മെയിനായിട്ടും കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നമ്മൾ കാര്യങ്ങൾ പഠിച്ച് 1 by 1 ആയിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമുക്കങ്ങനെ നമ്മളങ്ങനെ ചെയ്യാൻ നമുക്കൊന്നും വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഈ പറയുന്ന തിരക്കിനിടയിലെല്ലാം കൂടെ നടന്നില്ല, ടു ബി ഓണസ്റ്റ്. സോ അതുകൂടെ കൊണ്ട് അവർ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു തന്നു.